നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നടത്തിയിരിക്കുന്നു. ചിലത് നമ്മളെ രക്ഷിക്കും, ചിലതാണെങ്കിൽ നമ്മളെ വലിയ തരത്തിലുള്ള അപകടത്തിലേക്ക് പോലും കൊണ്ടെത്തും. ചിലർക്കിത് വലിയ രീതിയിലുള്ള സത്യങ്ങളാണ്, ചിലർക്ക് അത് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രേതം, ഭൂതം, യക്ഷി എന്നിവയെ കുറിച്ച് തന്നെയാണ്. ഇത് ശരിക്കും സത്യമാണോ അതോ വെറും കെട്ടുകഥകൾ മാത്രമാണോ? നമസ്കാരം, ഞാൻ അഖിലസ് ചന്ദ്രസേന. ഞാൻ ഇന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഒരു ഗ്രാമത്തിൽ ഒരു കുട്ടിയെ വളരെ സന്തോഷമായിട്ടായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങളായിട്ട് ആ കുട്ടി ആരോടും വലിയ രീതിയിൽ സംസാരിക്കുന്നില്ല, ആരോടും വലിയ അടുപ്പങ്ങൾ കാണിക്കുന്നു. വീട്ടുകാർ പോലും അത് ശ്രദ്ധിക്കുന്നു. എന്താണ് മോൾക്ക് പറ്റിയത്? എന്താ അവൾ ആരോടും സംസാരിക്കാതെ ഒരിടത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്നത്? പതുക്കനെ ആ ഒരു വീട്ടിലേക്ക് ചെറിയ രീതിയിലുള്ള സംസാരങ്ങൾ കേട്ടു തുടങ്ങി. അത് രാത്രിയിലുള്ള ശബ്ദങ്ങളായി തുടങ്ങി. അവൾ രാത്രിയിൽ ഒച്ച വയ്ക്കാൻ തുടങ്ങി, അലറിക്കരയാൻ തുടങ്ങി. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കുടുംബക്കാരും വീട്ടുകാരും എല്ലാം ഒത്തുകൂടി അതെ അങ്ങനെ തന്നെ പറഞ്ഞു തുടങ്ങിയത്. ആ ഒരു കുട്ടിയുടെ ദേഹത്ത് ഭൂതം കയറി. ഭൂതം, അതെ പ്രേതം കയറി. എന്തോ ബാഹ്യമായ ഒരു ശക്തി അവളുടെ ശരീരത്തുണ്ട്. അതാണ് അവളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ശ്രമിക്കുന്നത്. അങ്ങനെ അയൽവാസികളും ബന്ധുക്കളും വീട്ടുകാരെ എല്ലാരും കൂടി ചേർന്ന് ആ ഒരു കുട്ടിയെ അവിടെ അടുത്തുള്ള ഒരു പ്രശസ്തനായ ഭൂതമൊഴിപ്പിക്കുന്ന ഒരാളുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ കൊണ്ടുപോയതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള ആചാരങ്ങളും ദുർമന്ത്രവാദങ്ങളും എല്ലാം നടക്കുകയാണ്. എങ്ങനെയും കുട്ടിയുടെ ദേഹത്തു നിന്നും ഈ അദൃശ്യമായ ശക്തി ഒഴിവാക്കണം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളിലായിരുന്നു എല്ലാവരും. പക്ഷേ ദിവസങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതി കൂടുതലും വഷളാകുന്നതല്ലാതെ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. എല്ലാവരും പറഞ്ഞു, വലിയ ഏതോ നല്ല ശക്തിയാണ് ദേഹത്ത് കൂടിയിരിക്കുന്നത്, ഒഴിയാൻ വളരെ പാടാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു കുട്ടി, അവനൊരു സംശയം തോന്നി. ആ ഒരു സംശയം അവൻ അവന്റെ അധ്യാപകനോട് പറയുകയും ചെയ്തു. അങ്ങനെ അധ്യാപകൻ അവർക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിക്കുകയും ആ ഒരു കുട്ടിയെ കാണിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ഡോക്ടർ ആ വീട്ടിലേക്ക് വരികയും ആ ഒരു കുട്ടിയെ പരിശോധിക്കുകയും ചെയ്യുകയാണ്. പരിശോധിച്ചതിന് ശേഷം ആ ഡോക്ടർ പറയുകയാണ്, കുട്ടിക്ക് മറ്റൊരു തരത്തിലുള്ള കുഴപ്പവുമില്ല, അവൾക്ക് എപ്പിസിലിപ്സിയാണ്. മരുന്നുകൾ കൊടുത്താൽ അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിലുള്ള ചികിത്സകൾ കൊടുത്താൽ മാത്രം ഒരു തരം സാധാരണ രോഗം മാത്രമാണ്. ഇതിനു വേണ്ടിയായിരുന്നു എല്ലാവരും ഈ ഒരു തരത്തിലുള്ള മന്ത്രവാദങ്ങളും ദുർമന്ത്രവാദങ്ങളും നടത്തിയിരുന്നത്. അങ്ങനെ ഡോക്ടർ കുട്ടിക്ക് പരിശോധിച്ചതിനു ശേഷം മരുന്നുകളെല്ലാം കൊടുത്തു. അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇതൊന്നും നടന്നിട്ട് പോലും വീട്ടുകാർക്കോ വീട്ടിലുള്ളവർക്കോ ഇതിനോട്ടൊരു വിശ്വാസമില്ലായിരുന്നു. കുട്ടിയുടെ ദേഹത്ത് ഏതോ തരത്തിലുള്ള ശക്തി കയറിയിട്ടുണ്ടെന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. പക്ഷേ മരുന്നുകൾ മുടങ്ങാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ കുട്ടിയുടെ ശരീരത്തിൽ വളരെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അങ്ങനെ അവൾ പൂർണ്ണമായും ഭേദമാവുകയും ചെയ്യുകയായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഭാഗ്യം വരണമെന്നുണ്ടോ? കേരളത്തിലെ കണക്കുകൾ പ്രകാരം ഇങ്ങനെ ഒരുപാട് പേർ വിശ്വാസങ്ങളുടെ പേരിൽ, അല്ല അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ഇതുപോലെ തന്നെ കെട്ടുപാടുപെട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വേണ്ടുന്ന രീതിയിലുള്ള ചികിത്സകൾ കിട്ടാതെ ഭ്രാന്താണ്, ചിത്തഭ്രമമാണ് എന്നുള്ള രീതിയിൽ തളയ്ക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അല്ല, അതാണ് സത്യം. ചിലപ്പോൾ പ്രേതം കയറി അല്ലെങ്കിൽ ഏതോ തരത്തിലുള്ള അന്യശക്തികൾ ദേഹത്ത് കയറി എന്ന് പറഞ്ഞ് വളരെ രീതിയിലുള്ള അല്ലെങ്കിൽ മൂർച്ചയുള്ള രീതിയിലുള്ള ശരീരോപദ്രവങ്ങൾ പോലും ആളുകൾ കേൾക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ക്രൂരമായ രീതിയിലുള്ള അനുഭവങ്ങളായിരിക്കാം അവർ ഏർപ്പെടുന്നത്. പലർക്കും ആഹാരങ്ങൾ പോലും നിഷിദ്ധമായി ഒരുപാട് ദിവസങ്ങൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവർക്ക് അറിയുന്നില്ല ഇത് അസുഖമാണ്, ശാരീരികമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ, ചികിത്സ കൊടുത്താൽ മാറാവുന്ന അസുഖങ്ങളാണെന്ന് പോലും അറിയാതെ ഒരുപാട് പേർ ഇതുപോലെ മരണത്തിന് മുമ്പിൽ കാത്തു കിടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ നാട്ടിലുണ്ട്. ഭൂതം കയറി എന്ന് പറയുന്ന വിശ്വാസങ്ങൾ എപ്പിലെപ്സിയ, സിറോഫിമിയ, സൈസ്ട്രോഫിമിയ, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ, PTDS, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഇപ്പോൾ വൈദ്യശാസ്ത്രം നല്ല രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനുള്ള ചികിത്സകൾ പോലും ഇപ്പോഴുമുണ്ട്. പഴയകാലത്തെ ആളുകൾ അല്ലെങ്കിൽ പൂർവികർക്ക് പലതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അസുഖങ്ങളെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു, ഒരുപക്ഷെ അറിയത്തില്ലായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അറിയാത്തൊരു കാര്യത്തെ വേറെ എന്തോ ബാഹ്യശക്തികളായിട്ട് അവർ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് അതിനെ ഒരു ശക്തിയാണെന്നും അതിനെ നമ്മൾ പ്രതിരോധിക്കണമെന്നും പറഞ്ഞ് മറ്റുള്ളവന്റെ ശരീരം പോലും നല്ല രീതിയിൽ ഉപദ്രവിച്ചാൽ ഈ ഒരു ബാഹ്യശക്തി ശരീരത്തിൽ നിന്ന് വിട്ടുപോകും എന്നുള്ള വിശ്വാസങ്ങളിലായിരുന്നു ഇവരെ ഈ ക്രൂരമായ രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങൾ പെരുമാറിയിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മുമ്പിലോട്ട് പോയിട്ടുണ്ട്, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് ഒരുപാട് മുമ്പിലേക്ക്. ഇന്ന് എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട്. ചികിത്സിക്കപ്പെട്ടാൽ മാറാൻ പറ്റാത്തതായിട്ടുള്ള ഓരോ അസുഖങ്ങളും നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോൾ ഇല്ല. എന്നിട്ടും കുറെ ആളുകൾ ഇതിന്റെ പുറകെ വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് അന്ധവിശ്വാസമായ രീതിയിൽ ഇതിന്റെ പുറകെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് പേരുടെ ജീവിതം പോലും ബലിയാടാകുന്നതുമുണ്ട്. ഭൂതവും പ്രേതവും എന്ന് പറഞ്ഞുള്ള രീതിയിൽ സിനിമകളും TV ചാനലുകളും പോലും ഇന്ന് അതിന് വലിയൊരു പ്രാധാന്യം നൽകുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഈ ഒരു വിശ്വാസത്തെ അവർ ഒരുപാട് ഊട്ടിയുറപ്പിക്കാൻ തന്നെയാണ് നോക്കുന്നത്. കാരണം അവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പോലും
ഒന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറയുന്ന ഒരു കഥ പണ്ട് നടന്നുകൊണ്ടിരുന്നത്? പ്രേതമുണ്ട് എന്ന്, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞ് അതിനെ അവർ ഉറപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒരുപക്ഷെ ഇത് കണ്ടു വളരുന്ന കുട്ടികൾ അവർ അതിനോട് ഒരുപാട് വിശ്വസിച്ചു പോകും. അവരുടെ പിഞ്ചു മനസ്സുകളിലേക്ക് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഊഴ്ന്നിറങ്ങാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ്, അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ അവരുടെ തലയിലേക്ക് ഊറിക്കൊടുക്കുന്നത്. ഇന്നത്തെ സിനിമയ്ക്കും അതുപോലെ തന്നെ TV ചാനലുകൾക്ക് പോലും ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വലിയ സാന്നിധ്യം തന്നെയാണ് ചലിപ്പിക്കാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾ കരുതുന്നുണ്ടോ ഇതൊക്കെ സത്യമാണെന്ന്? അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെയുള്ള അന്ധമായ വിശ്വാസങ്ങൾ സത്യമാണ് എന്ന് പോലും? നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പേടിച്ചോ ഭ്രാന്തമായോ കാണിക്കുകയാണെങ്കിൽ അത് ഒരിക്കലും അന്ധവിശ്വാസമായ രീതിയിൽ നമ്മൾ കണ്ടെത്തരുത്. അവർക്ക് വേണ്ടുന്ന ചികിത്സ കൊടുക്കാൻ നമ്മൾ സഹായിക്കണം. നമ്മുടെ സമൂഹമാണ് അവരെ സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു വീടിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിക്കകത്ത്, ഇരുട്ടിനകത്ത് കിടന്ന് അവരുടെ ജീവിതം തീർക്കേണ്ടി വരും. നമ്മുടെ തോളത്ത് കൈയിട്ട് നടക്കുന്നവൻ നാളെ ഒരു പ്രേതബാധയെ പിടിച്ചവനാണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾ ചെന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങൾക്ക് നാളെ ഇങ്ങനെ ഒരു വിധി വന്നാലോ? ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ബോധവൽക്കരണം വേണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുട്ടികളിൽ നിന്നാണ് ഇങ്ങനെയുള്ള ബോധവൽക്കരണം തുടങ്ങേണ്ടത്. നമ്മുടെ നല്ലൊരു സമൂഹത്തിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിൽക്കേണ്ടത്. ഭൂതങ്ങൾ, പ്രേതങ്ങൾ ഇത് ഒരു യാഥാർത്ഥ്യമല്ല, കഥയാണ്. പക്ഷേ ചിലർക്ക് ഇത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ളവരോട് മാത്രമായിട്ടാണ് പറയാനുള്ളത്. വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുക, പക്ഷേ അന്ധമായ വിശ്വാസം അത് നമ്മുടെ നല്ലൊരു സമൂഹത്തിനും അല്ലെങ്കിൽ നമ്മുടെ നാടിനും അത് നല്ലതല്ല. അത് നിങ്ങളുടെ കുടുംബത്തിന് പോലും ഒരിക്കലും നല്ലതായെന്ന് വരത്തില്ല. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.